ഹലോ ഒറ്റപ്പോക്കിലെ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ചില അക്ഷരങ്ങൾ എങ്ങനെ വാക്കുകളിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇപ്പോൾ മിഥ്യ എന്നൊരു വാക്കുണ്ടല്ലേ, അത് മിഥ്യ എന്ന് ഉപയോഗിക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ എനിക്കിന്നും അറിയാം. അതെത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവുന്നില്ല. മിഥ്യ അല്ല, മിഥ്യ എന്ന് പറഞ്ഞാൽ അവർക്കത് വരുന്നില്ല. അത് അവരാദ്യം തൊട്ടേ അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടായിരിക്കാം. അതുപോലെ സുന്ദരിയല്ല, സുന്ദരിയാണ് അല്ലേ. ദായാണ് സുന്ദരി, സുന്ദരിയുമല്ല സുന്ദരി. അതുപോലെ ശ്രുതി, മിക്കവാറും എല്ലാവരും ശ്രുതി അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയും. അതുപോലെ ഒട്ടുമിക്ക ടി വി ചാനൽസിലും യൂട്യൂബ് ചാനൽസിലും ഒക്കെ ഈവൻ വാർത്ത വായിക്കുന്നവർ വരെ തെറ്റിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ് വിദ്യ. പലരും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു വരുമ്പോൾ വിദ്യ, അതായത് അവരത്ര ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ വന്നു പോകുന്നതായിരിക്കാം. പക്ഷെ അത് തെറ്റാണ് അല്ലേ. വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥി വിദ്യയാണ്. അതുപോലെ അന്തം, അന്ധം അല്ല അന്തം, തായാണ്, ധായല്ല. പിന്നെ വേറെ ഏതാ വാക്കുകൾ ഇങ്ങനെ. അതുപോലെ അന്ധം എന്ന് പറയുന്നത് അന്ധത, അത് വേറെയാണ്. അന്തം, അന്ത്യം അത് വേറെയാണ്. ഈ കാഖ ഗാഘ, ചാച്ച ജാജ, ടാഠ ഡാഢ, താഥ ദാധ, പാഭ ബാഭ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൃത്യമായി യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ വടക്കോട്ടുള്ളവർ ഇന്ദ്രൻ എന്നതിന് ഇന്ദ്രൻ എന്ന് പറയാറുണ്ട്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ വടക്കോട്ടുള്ള ഭാഷ, ഈ മലപ്പുറം, വടകര, കോഴിക്കോട് ആ ഭാഗത്തുള്ള ഭാഷകൾ പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മൈക്കിന് മുമ്പിൽ വരുമ്പം വളരെ മനോഹരമായ മലയാളം പറയുന്നുണ്ട്. അതുപോലെ തെക്കോട്ട് നോക്കുകയാണെങ്കിൽ ഈ കോട്ടയം, ചങ്ങനാശ്ശേരി, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഭാര്യയല്ല. പക്ഷേ അത് തിരുത്താൻ നമ്മൾ സന്നദ്ധരാവണം, ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിൽ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത്തരം, അതായത് ഡബ്ബിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ബിഗിനേഴ്സ് എല്ലാവരും ഇത്തരം തെറ്റുകൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോയിൽ കാണാം.